സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന +2ന്റെ റെക്കോർഡുകൾ, സബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ ലാംഗ്വേജിലെ ടെക്സ്റ്റുകൾ, പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ഗൈഡ്, ഈ 4 സാധനങ്ങളെ കുറിച്ചുള്ള കുറച്ച് ലോങ് ബുക്കുകൾ ഉണ്ടല്ലോ നമുക്ക്. ആ ബുക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മളുടെ +2ലുള്ള ബയോമാത്സിന്റെ സബ്ജക്റ്റുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏതാണ് എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ എടുത്തിട്ടുള്ളത് ബയോമാത്സ് ആണ്, അതുകൊണ്ട് അതിൻ്റെ സബ്ജക്റ്റുകളാണ് ഞാൻ കാണിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിന്നെ നമ്മുടെ ബയോമാത്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ബയോളജി മാത്രം കമ്പ്യൂട്ടറുകാർക്ക് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് അതിന് പകരം കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഉള്ളത്. അപ്പോൾ ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ ഹിന്ദിയായിരുന്നു എടുത്തിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷാണ് നമുക്ക് തേർഡ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. അതെല്ലാവർക്കും ഇംഗ്ലീഷ് തന്നെ ഉണ്ടാകും. പിന്നെ നമുക്ക് റെക്കോർഡുകളാണ് ഉള്ളത്. ബയോമാത്സിൻ്റെ റെക്കോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടണി, സുവോളജി, ബയോളജിയിൽ ഈ 2 സബ്ജക്റ്റുകളാണ് നമുക്ക് റെക്കോർഡ് വരയ്ക്കാനായിട്ടുള്ളത്. പിന്നെ കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, മാത്സിൻ്റെയും പ്രാക്ടിക്കലുണ്ട്. ലാബിൽ മാത്സ് പ്രാക്ടിക്കലും നമ്മൾ അതോടൊപ്പം തന്നെ റെക്കോർഡ് എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മൊത്തം 5 റെക്കോർഡുകളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ആദ്യം നമുക്ക് ബയോമാത്സിൻ്റെ ബുക്സ് അല്ലെങ്കിൽ സബ്ജക്റ്റുകളുടെ ബുക്സ്, ടെക്സ്റ്റ് ബുക്കുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോളജിയുടെ ബുക്ക് കേട്ടോ. ഈ ബയോളജിയുടെ ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും മിക്സ്ഡ് ആയിട്ടുള്ള ബുക്കാണിത്. ഒരു പാർട്ടേ ഉള്ളൂ. ഈ ബുക്കിൻ്റെ അകത്ത് സുവോളജിയും ബോട്ടണിയും കൂടി മിക്സ്ഡ് ആണ്. നമുക്കറിയാലോ ബയോളജി എന്ന് പറയുമ്പോൾ സുവോളജിയും ബോട്ടണിയാണ് ഉള്ളത്. അത് രണ്ടും കൂടി ഈ ഒരു ബുക്കിൻ്റെ അകത്താണ് ഉള്ളത്. ഇത് രണ്ടും കെമിസ്ട്രിയുടെ ടെക്സ്റ്റാണ്. കെമിസ്ട്രിക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഞങ്ങൾക്ക് തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് വിശദമായിട്ടൊന്നും പറയാൻ പറ്റില്ല ചാപ്റ്ററിനെ പറ്റിയിട്ട്. ഇതാണ് നമ്മുടെ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പാർട്ട് 1ഉം പാർട്ട് 2ഉം 2 ടെക്സ്റ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കറണ്ടിൻ്റെ ഫീൽഡിനെ പറ്റിയിട്ടാണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഫിസിക്സിലുള്ളത്, ആദ്യത്തെ ചാപ്റ്റർ. ബയോമാത്സ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ഇങ്ങനെ 2 ബുക്കായിട്ടുണ്ടാവും. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വലിയ തടിച്ച ബുക്കായിരുന്നു. ഇച്ചിരി കൂടി തടിയുണ്ടെന്ന് തോന്നുന്നു ബുക്കാണ് ഉള്ളത്. അപ്പം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ 2 പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞാൽ 2 ബുക്കുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. നിങ്ങൾ ഹോം സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ഉണ്ടാവില്ല, പക്ഷേ ബാക്കിയെല്ലാം സെയിം ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. നമ്മളുടെ ലാംഗ്വേജുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കുറച്ച് പഴയ ബുക്കായിരിക്കും കേട്ടോ. കാരണം ഞാൻ സീനിയറിൻ്റെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് ചേച്ചിയുടെ ബുക്കാണ്. ലാംഗ്വേജുകളൊക്കെ നിങ്ങൾക്ക് സീനിയറിനോട് ചോദിക്കാവുന്നതേ ഉള്ളൂ. ബുക്ക് എല്ലാം സീനിയേഴ്സിനോട് ചോദിക്കണ്ട. പ്രാക്ടിക്കൽ ഗൈഡൊക്കെ നിങ്ങൾക്ക് സീനിയേഴ്സിനോട് ചോദിക്കാം. അപ്പം ഇത് നമുക്ക് ഞാൻ മേടിച്ചതാണ് സീനിയറിൻ്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് മൊത്തം പൊടിഞ്ഞിരിക്കുകയാണ്. കൈമാറി എന്ന ഭയങ്കര പഴക്കമുള്ള ഭയങ്കര കലാവിധതൊക്കെ നിറഞ്ഞൊരു ബുക്കാണ് ഇത്. പിന്നെ ഇത് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് ഇയറിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഈ ഹിന്ദിയുടെ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, റെക്കോർഡിനെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബയോളജി തന്നെ എടുക്കാം. ഒന്ന് സുവോളജി, അതുപോലെ നമുക്ക് രണ്ടാമത്തെ ബോട്ടണിയാണ് ഉള്ളത്. രണ്ടിൻ്റെയും റെക്കോർഡ് ബുക്ക് ഇങ്ങനെ ഇരിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെക്കോർഡ് വരയ്ക്കണം. എനിക്കിന്ന് വരച്ച് തുടങ്ങിയതാണ്. ജൂലൈ 15ന് എനിക്കിത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സബ്മിഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതാണ് ഫിസിക്സിൻ്റെ റെക്കോർഡ് ബുക്ക്. ഫിസിക്സ് ഇതുവരെ വരയ്ക്കാനൊന്നും പറഞ്ഞില്ല. ആൻഡ് കെമിസ്ട്രി ഇതാണ്, കെമിസ്ട്രിയുടെ ഇത് കേട്ടോ. അങ്ങനെ മൊത്തം ഏകദേശം 4 റെക്കോർഡ് ബുക്കുകളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. കണ്ടോ, 4 റെക്കോർഡ് ബുക്കുകൾ, ഓൾ സെറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ +2ൽ കരുതേണ്ട പല കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഇത്രയും ബുക്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഇനി പ്രാക്ടിക്കൽ ഗൈഡിനെ ഞാൻ കുറിച്ചൊന്ന് കാര്യം കാണിച്ചു തരാം. പ്രാക്ടിക്കൽ ഗൈഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് നമ്മൾ ലാബിൽ ചെയ്യുന്നതൊക്കെ വെച്ചിട്ടാണ് പ്രാക്ടിക്കൽ ഗൈഡ്. അവർ പറയും ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഗൈഡിൽ നമ്മുടെ റെക്കോർഡിൽ നമ്മൾ വരയ്ക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഗൈഡിൽ നോക്കിയിട്ടാണ് വരയ്ക്കേണ്ടത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബയോളജി എടുക്കുകയാണെങ്കിൽ ബയോളജി എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ ബുക്കേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അകത്താണ് സുവോളജിയും ബോട്ടണിയും കൂടി മിക്സ്ഡ് ആക്കിയിട്ടുള്ള പ്രാക്ടിക്കൽ ഗൈഡിൻ്റെ ബുക്ക്. അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഞാൻ എന്താ സുവോളജി എടുത്ത് കാണിക്കുന്നത് നമ്മുടെ ഹൈഡ്രയുടെ പിക്ചറാണ്. ഇത് ഹൈഡ്രയാണ്, നമ്മുടെ പ്ലനേരിയയുടെ പിക്ചറാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല പല പിക്ചേഴ്സ് കാണും. നമ്മുടെ റൗണ്ട് വേം, അതുപോലെ തന്നെ ലീച്ച്, പിന്നെ നമ്മുടെ എർത്ത് വേം, പിന്നെ നമ്മുടെ അപ്പോൾ നമ്മൾ ആ ഒരു പടം നോക്കിയിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഹൈഡ്രയുടെ ഈ പടം നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ റെക്കോർഡ് ബുക്ക് ചെയ്തിട്ട് വരയ്ക്കാനായിട്ട്. അതിന് പല റൂൾസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡിട്ട് റൈറ്റ് സൈഡിട്ട് മാത്രമേ അടയാളപ്പെടുത്താവുള്ളൂ, ബാക്കിയെല്ലാം 2-3 അടയാളപ്പെടുത്തുക. അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട് നമ്മുടെ റെക്കോർഡിൽ വരയ്ക്കുമ്പോൾ. ബയോളജിയുടെ ഗൈഡും ആൻഡ് ദിസ് വൺ ഈസ് ഫിസിക്സിൻ്റെ ഗൈഡും ആണിത്. പിന്നെ മാത്സിൻ്റെ ഗൈഡും നമുക്ക് വേണ്ടി വരും. അപ്പം ഈ ഗൈഡൊക്കെ മേടിച്ച് വെറുതെ പൈസ കളയണ്ട, സീനിയറിനോട് ചോദിക്കണം നല്ലത്. കാരണം അവർക്ക് ഇനി ഫ്യൂച്ചറിൽ ഗൈഡിനെ പറ്റി യാതൊരു ആവശ്യം ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ സീനിയേഴ്സിനായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ബുക്ക്, നമ്മുടെ +2ലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ ഇതൊരു യൂസ്ഫുൾ വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പറ്റിയേക്കാം. ബൈ.